ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു വീട് വർക്ക് ചെയ്യുമ്പോൾ ഈ നഷ്ടം വരുന്നത് എന്തുകൊണ്ടാണ്. അത് പല സമയത്തും ഈ വീട് പണി ചെയ്യുമ്പോൾ നഷ്ടം വരുന്നത് പണിക്കാരെ കുറ്റം കൊണ്ട് മാത്രമല്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന വീടിൻ്റെ ക്ലയൻറ്റിൻ്റെ മിസ്റ്റേക്കും കൊണ്ടും പല സൈറ്റുകളിലും നഷ്ടം വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നഷ്ടമാണ് ഇവിടെ. നമ്മളിവിടെ പ്ലാസ്റ്ററിങ് കംപ്ലീറ്റും കഴിഞ്ഞത് ഇപ്പോഴാണ് ഇവിടെ ഒരു ഷെയ്ഡ് പഴയ ഇതിലെ കവറിൻ്റെ ഒരു സെൻസേഡാണ്. അപ്പോൾ അത് ഏകദേശം 4 ഇഞ്ച് കനത്തിലാണ് അത് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു അതുകൂടി തട്ടിക്കളഞ്ഞാൽ വൃത്തിയായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ക്ലയൻറ്റ് പറഞ്ഞ സാറേ ഇല്ലാതെ നിൽക്കിട്ട് ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞപ്പോൾ ക്ലയൻറ്റിന് തന്നെ തോന്നി അതവിടെ നിൽക്കുന്നത് മഹാബോറാണ്. അങ്ങനെ അത് പൊട്ടിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് പൊട്ടിച്ച് ഇനി അത് ജോയിൻ്റൊക്കെ തേച്ച് വരുമ്പോൾ എങ്ങനെ പോലും നമുക്ക് ഇത്തിരി പണി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പണിക്കാർക്ക് ഒരു ദിവസത്തെ പണി കൂടുതൽ കിട്ടും. പക്ഷേ അവിടെ നഷ്ടം വരുന്നത് ആർക്കാണ്? ഇതിൻ്റെ ഓണറിന് തന്നെയാണ്. പല സൈറ്റുകളിലും നമ്മൾ ഈ വീടിൻ്റെ വർക്ക് തുടങ്ങുമ്പോൾ നമ്മൾ ആ ഓണറിന് ഒരു ഐഡിയ വേണം, എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട, എങ്ങനെ ചെയ്യണം എന്നൊക്കെ അവർ തുടക്കത്തിലേ അത് നോക്കി ആലോചിച്ച് എന്നിട്ട് വേണം നമ്മളവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അത് അത്രയും വരുന്നത് എക്സ്ട്രാ വർക്കിലായിരിക്കും കയറി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മെറ്റീരിയലിൻ്റെ കാശ്, സിമൻറ്റ്, മണൽ, പണിക്കൂലി, അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ അവിടെ നഷ്ടമാണ് വരുന്നത്. ചിലപ്പോൾ ജാക്കി ഹാമർ, ഒരു ദിവസത്തെ ജാക്കി ഹാമറിൻ്റെ വാടക എന്ന് പറഞ്ഞാൽ 600 രൂപയാണ്. അപ്പോൾ അതെല്ലാം ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്നാണ് പോകുന്നത്. ഞാൻ പല വീഡിയോയിലും പറയുന്നു, നമ്മൾ ഒരു വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെയും നമ്മൾ വളരെ ശ്രദ്ധിച്ച്, കാരണം തുടക്കത്തിൽ തന്നെ നമുക്ക് പൊട്ടിക്കേണ്ടതെല്ലാം പൊട്ടിച്ച് എല്ലാം വേണം ചെയ്യാൻ. രണ്ടാമത് ഇതുപോലെയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരുപാട് മിസ്റ്റേക്കുകൾ വരുന്നത്. കാരണം നമുക്ക് ഒരുപാട് കയ്യിൽ നിന്ന് നഷ്ടം വരുന്നത്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇതുപോലത്തെ ഒരുപാട് മിസ്റ്റേക്കുകൾ പല സൈറ്റും വരാറുണ്ട്. അപ്പോൾ മാക്സിമം എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ചാൽ മതി. നമ്മളൊരു വീട് വർക്ക് ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമ്മൾ എക്സ്ട്രാ വർക്കുകൾ വല്ലതും ഉണ്ടോയെന്ന് നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു പഴയ വീടൊക്കെയാണ് ചെയ്യുന്നത്, അതിലെന്തെങ്കിലും മാറ്റം വരുത്തണം, വല്ല പൊട്ടിക്കാനുണ്ടോ. കാരണം ഇതിപ്പം ഇവിടെ വെള്ളയൊക്കെ അടിച്ച് പൊട്ടിയിട്ട് തുടങ്ങി, റൂമിലൊക്കെ പൊട്ടിയിട്ടു. അപ്പം പൊട്ടിയിട്ട് തുടങ്ങിയപ്പോഴാണ് നമ്മളിത് പൊട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് നമുക്ക് എസ്റ്റിമേറ്റ് കൂടും. കാരണം ഈ ഒരു പടവ് പൊട്ടിയിട്ടിട്ടില്ല. പിന്നെ പ്ലാസ്റ്ററിങ് ചെയ്യും മുമ്പെയാണ് പൊട്ടിച്ചതെങ്കിലുള്ള ഉപയോഗം എന്ന് വെച്ചാൽ, ഈ സെൻസൈഡ് പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ കെട്ടിയിരിക്കുന്ന കെട്ടും താഴത്തെ കെട്ടും ഒരേ ലെവലായിരിക്കും, വ്യത്യാസം കാണും. കാരണം ഈ ചില ആൾക്കാർ മേലെ തൂക്കിറക്കി ആയിരിക്കില്ല, താഴോട്ട് തൂക്കിറക്കി കെട്ടുന്നത്. അതുമല്ലാതെ പ്ലാസ്റ്ററിങ്ങിൻ്റെ കനത്തിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു വൃത്തിയോട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ ചെയ്തു കഴിഞ്ഞാൽ ഇത് പൊട്ടിച്ചതിന് ശേഷം നമുക്കൊരു ഒറ്റ ലെവലിൽ ഇത് പ്ലാസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ പറ്റില്ല. കാരണം മേളിൽ പഴയ പ്ലാസ്റ്ററിങ്ങാണ്, താഴെയും പഴയ പ്ലാസ്റ്ററിങ്, മേളിൽ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ചെറിയൊരു ഡിഫറൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പൊട്ടിയിട്ട് ലെവൽ ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. ഇത്രയും പൊട്ടിച്ചു നമ്മൾ അത്യാവശ്യം ആ ഒരു രീതിയിൽ നമ്മൾ തേച്ച് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും വേസ്റ്റ് ഉണ്ട്. ഇനി ഇത് കോരിക്കളയണം. മൊത്തത്തിൽ എങ്ങനെ നോക്കിയാലും ക്ലയൻറ്റിന് നഷ്ടമാണ്. അതുകൊണ്ട് മാക്സിമം വീട് പണി ചെയ്യുന്നവർ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച്, ചെറിയൊരു പണിയായാൽ പോലും അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് ചെയ്തു പോകാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.